നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. 5 പേർ അറസ്റ്റിൽ. ചിതറ കാരറ കളിയിൽ വീട്ടിൽ സുജിനെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തകർത്തു. അഞ്ചൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. അഞ്ചലിലെ BJP പ്രവർത്തകൻ കൃഷ്ണകുമാറിന്റെ ഓട്ടോറിക്ഷയും അഞ്ചൽ സ്വദേശിയായ പ്രഭു മോഹനന്റെ ബൈക്കുമാണ് തകർത്തത്. മഴക്കാല ശുചീകരണം നടത്തിയില്ല. നഗരസഭാ പ്രദേശങ്ങളിൽ മാലിന്യ കൂമ്പാരം. കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കാപ്പ നിയമലംഘനം, യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി സ്വദേശി റമീസാണ് അറസ്റ്റിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. ചിതറ കാരറ കളിയിലെ വീട്ടിൽ സുജിനെ കഴിഞ്ഞ ദിവസമാണ് കൊലപ്പെടുത്തിയത്. പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതാണ് സുജിനെ കൊലപ്പെടുത്താൻ കാരണമായത്. ചിതറ കാരറ കളിയിലിൽ വീട്ടിൽ 30കാരനായ സുജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 5 പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചിതറ കാരറ സ്വദേശികളായ ലാലു എന്ന് വിളിക്കുന്ന ബിജു, വിജയ്, തുമ്പമൺതൊടി സ്വദേശി വിവേക, മടത്തറ മേച്ചേരി സ്വദേശി സത്യജിത്ത, ഒരു കൗമാരക്കാരൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാരറ ചരിപ്പുറത്തുള്ള റോഡിനോട് ചേർന്ന റബ്ബർ പുരയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന സുജിനെയും സുഹൃത്ത് അനന്തുവിനെയും സത്യജിത്തും വിവേകും ചേർന്ന് അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നു. തുടർന്ന് സത്യജിത്തും വിവേകും തിരികെ പോയെങ്കിലും വിജയ്, ലാലു, 17കാരനായ യുവാവ് എന്നിവരെയും കൂട്ടിക്കൊണ്ടുവന്ന സജിനെയും അനന്തുവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുത്തേറ്റ് റോഡിൽ വീണ ഇരുവരെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് സുജിൻ മരിച്ചത്. അനന്തുവിന്റെ തലയ്ക്ക് പിന്നിലാണ് കുത്തേറ്റത്. സംഭവത്തിൽ രാത്രിയിലും പുലർച്ചെയുമായി 5 പ്രതികളെയും നാട്ടുകാരുടെ സഹായത്തോടെയാണ് ചിതറയ്ക്ക് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട സുജിൻ കാരറ ക്ഷേത്രത്തിലെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് നടന്ന ഉത്സവ ഘോഷയാത്രയ്ക്കിടയിൽ പ്രതികൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സുജിൻ വിലക്കുകയും ഉത്സവ സ്ഥലത്ത് പരസ്യമായി മദ്യം കഴിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത്. ഉദ്യോഗസ്ഥരെത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു. പ്രതികൾക്കെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തകർത്ത നിലയിൽ കണ്ടെത്തി. അഞ്ചൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. അഞ്ചലിലെ BJP പ്രവർത്തകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കൃഷ്ണകുമാറിന്റെ ഓട്ടോറിക്ഷയും അഞ്ചൽ സ്വദേശിയായ പ്രഭു മോഹനന്റെ ബൈക്കുമാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കുമാണ് തകർത്തത്. അഞ്ചലിലെ BJP പ്രവർത്തകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കൃഷ്ണകുമാറിന്റെ ഓട്ടോയും അഞ്ചൽ സ്വദേശിയായ പ്രഭു മോഹന്റെ ബൈക്കുമാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. ഓട്ടോറിക്ഷയും ബൈക്കും സ്റ്റേഷന്റെ മുൻഭാഗത്താണ് പാർക്ക് ചെയ്തിരുന്നത്. ഇരുവരും പോലീസ് സ്റ്റേഷനിലെത്തി തിരിച്ച് ഇറങ്ങുമ്പോഴാണ് വാഹനങ്ങൾ അടിച്ചു തകർത്ത് നശിപ്പിച്ച നിലയിൽ കണ്ടത്. പോലീസ് സ്റ്റേഷന് സമീപത്ത് പോലും പ്രധാനപ്പെട്ട സ്റ്റേഷൻ ആവശ്യങ്ങൾക്ക് വന്ന 2 വാഹനങ്ങൾക്ക് സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പട്ടാപ്പകല് പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിന് തൊട്ട് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷയും അതിന് സമീപത്തുണ്ടായിരുന്ന ഒരു ബൈക്കും അടിച്ച് തകർത്ത് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അടങ്ങുന്ന പേഴ്സ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി. ഏകദേശം ഈ വണ്ടിയുടെ 5 ടയർ, ഓട്ടോറിക്ഷയുടെ 3 ടയറും അതേപോലെ 2 വീലറിൻ്റെ 2 ടയർ ഉൾപ്പെടെ 5 ടയറിൻ്റെ കാറ്റ് അഴിച്ചുവിട്ട് അരമണിക്കൂറോളം സമയമെടുത്ത് ഒരു ഭയവുമില്ലാതെ സ്റ്റേഷന് മുന്നിൽ നിന്ന് ചെയ്ത പ്രതികളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇതിൻ്റെ ഉടയനെക്കാട്ടിയും പ്രധാനം പോലീസുകാർക്ക് തന്നെയാണ്. ഓട്ടോയുടെ മുൻഭാഗത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. 3 ടയറുകളുടെ കാറ്റ് തുറന്നുവിട്ട ശേഷം കുത്തിക്കീറുകയും ഹെഡ്ലൈറ്റും സീറ്റും പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്ത നിലയിലായിരുന്നു. ഓട്ടോറിക്ഷ ഓടി ജീവിതം പുലർത്തുന്ന കൃഷ്ണകുമാർ ഇതോടെ പ്രതിസന്ധിയിലായി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ വരികയുണ്ടായി. വരുന്ന സമയത്ത് എൻ്റെ വാഹനം ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത്. തിരിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് 4 മണിയോടുകൂടി എൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കമുള്ള അകത്തെ ഗ്ലാസും
3 ടയറിലെയും കാറ്റും തുറന്നുവിട്ട് വണ്ടിയിൽ വലിയ കല്ല് വെച്ചിടിച്ച് വലിയ പരിക്ക് പറ്റി ഇട്ടുന്ന രംഗമാണ് കണ്ടത്. എൻ്റെ പേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആധാർ, ATM, പാൻ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അഞ്ചൽ സ്വദേശിയായ പ്രഭുമോഹന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർത്ത നിലയിലായിരുന്നു. ഇരുവരും പോലീസിൽ പരാതി നൽകി. എൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റും ബാക്ക് ബ്രേക്ക് ലൈറ്റും ടയറിൻ്റെ 2 ടയറിൻ്റെ കാറ്റും തുറന്നു വിട്ടു. പാർക്കും 1000 രൂപ പണിയുണ്ട്. സ്റ്റേഷൻ പരിധിയിൽ സ്റ്റേഷൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ സൈഡിൽ വെച്ചിരുന്നതാണ്. അപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ വിളിച്ചു പൊട്ടിക്കും. കുറ്റക്കാരെ എത്രയും വേഗം പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് അഞ്ചൽ CI ഹരീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മഴക്കാല ശുചീകരണം നടത്തിയില്ല. നഗരസഭാ പ്രദേശങ്ങളിൽ മാലിന്യ കൂമ്പാരം. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. 1-ാം തഴത്തോടും 2-ാം തഴത്തോടും മാലിന്യം നിറഞ്ഞ് കൊതുകും കൂത്താടിയും കൊണ്ട് രോഗം പരത്തുന്ന അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് നഗരസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി നഗരസഭയുടെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ മഴക്കാല ശുചീകരണം നടത്താത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 1-ാം തഴത്തോടും 2-ാം തഴത്തോടും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടും കൊതുകും കൂത്താടിയും കൊണ്ടും രോഗം പരത്തുന്ന അവസ്ഥയിലാണ്. പല തോടുകളും ഓടകളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുഭാഗത്തുള്ള ഓട പുതുതായി നിർമ്മിച്ചതാണ് മാലിന്യം നിറഞ്ഞ് വെള്ളമൊഴുകാത്ത അവസ്ഥയിലാകാൻ കാരണം. നഗരസഭാ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസ്ലം ആദിനാട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കാലവർഷം നമ്മുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അതുമായി ഉണ്ടാകാവുന്ന കെടുതികളെല്ലാം കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുൻകരുതലെടുക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ, പ്രകൃതി തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിഷയങ്ങൾ, സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുൻകരുതലുകളും വരാൻ പോകുന്ന വിപത്തുകളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ഒഴിവാക്കുന്ന തരത്തിൽ മനുഷ്യ പ്രയത്നത്തിന് കഴിയുന്ന തരത്തിലുള്ള മുൻകരുതലുകളെങ്കിലും ഏറ്റെടുക്കുവാൻ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ സുഗമമായ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കേണ്ട ഒരു സ്ഥാപനമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി അത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഷെയ്ൻ റെയിൽനോൾഡ് അധ്യക്ഷത വഹിച്ചു. അസ്ലം ആദിനാട്, G മഞ്ജുക്കുട്ടൻ, കിരൺ RS, S ജയകുമാർ, സിംലാൽ, ഷിബു, അനീഷ് മുട്ടാണിശ്ശേരിൽ, രമേശൻ, ഹാരിസ്, ജെറി, ഷാഫി, അനിസൺ, ഫഗത് സലാം, ശിവപ്രസാദ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാപ്പ നിയമലംഘനം, യുവാവ് പിടിയിൽ. തൊടിയൂർ പുലിയൂർവഞ്ചി സ്വദേശി റെമിസാണ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കാപ്പ നിയന്ത്രണം ലംഘിച്ച യുവാവാണ് പോലീസിന്റെ പിടിയിലായത്. തൊടിയൂർ പുലിയൂർവഞ്ചി വടക്ക് കാട്ടയ്യത്ത് തെക്കതിൽ റമീസാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇയാളെ 6 മാസത്തേക്ക് ജില്ലാ പരിധിയിൽ നിന്ന് പുറത്താക്കി ഉത്തരവായിരുന്നു. നിയന്ത്രണം ലംഘിച്ച് കഴിഞ്ഞ ദിവസം ഇയാൾ പുതിയകാവിൽ എത്തിയതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO V ബിജുവിന്റെ നേതൃത്വത്തിൽ SI ഷമീർ, CPOമാരായ ഹാഷിം, ഷെഫീഖ്, മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കല്ലുവെട്ടാൻകുഴി സ്വദേശി സനോജാണ് കുളത്തുപുഴ പോലീസിന്റെ പിടിയിലായത്. പീഡന വിവരം കുട്ടി വീട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലാണ് കല്ലുവെട്ടാൻകുഴി സ്വദേശി സനോജ് കുളത്തുപുഴ പോലീസിന്റെ പിടിയിലായത്. പീഡന വിവരം കുട്ടി വീട്ടുകാരെ അറിയിച്ചു. തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ സംരക്ഷണയിലിരിക്കെയാണ് കുട്ടി ഗർഭിണിയാണെന്ന കാര്യം വ്യക്തമായത്. പീഡനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 1 മാസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയത്. സമാനമായ മറ്റൊരു കേസിലും സനോജ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ ചെമ്മന്തൂരിൽ നിന്നും നരിക്കലിലേക്ക് പോകുന്ന റോഡ് തകർന്നു. ഇതോടെ യാത്രാക്ലേശം ഇരട്ടിയായി. കുതിരച്ചിറ ഭാഗം വലിയ തോതിൽ തകർന്നിട്ടുണ്ട്. ചെമ്മന്തൂരിൽ നിന്ന് നരിക്കലിലേക്ക് പോകുന്ന റോഡാണ് തകർന്നത്.
കുതിരച്ചിറയ്ക്ക് സമീപമാണ് ഏറ്റവും വലിയ തകർച്ച. ഉപരിതലത്തിലെ ടാറിംഗ് ഇളകി ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം തെളിക്കുന്നതിനാൽ കാൽനട യാത്ര പോലും ഏറെ ബുദ്ധിമുട്ടാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പാതയിൽ നരിക്കൽ മുതൽ ചെമ്മന്തൂരിലേക്കുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. എന്നാൽ സഞ്ചാരയോഗ്യമല്ലാതെ റോഡ് തകർന്നു കിടക്കുന്ന ഭാഗത്ത് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഇടമൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. കോൺഗ്രസ് ഇടമൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ഇന്ത്യ മഹാരാജ്യത്തെ പുതിയ യുഗത്തിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ 34ാമത് രക്തസാക്ഷിത്വ ദിനമാണ്. രാജ്യം ഒരു ഞെട്ടലോടെ ആ വാർത്ത കേട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജീവ് ഗാന്ധി ശ്രീപെരുമ്പുത്തൂരിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് അന്ന് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടലോടെ കേട്ട വാർത്തയാണ്. ആ വാർത്തയുടെ ആഘാതം ഇന്നും ജനങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്നു എന്നതാണ്. ഇന്നലത്തെ പോലെ നമ്മളൊക്കെ ഓർമ്മിക്കുന്നു. രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലോകം കണ്ട ഏറ്റവും മഹാനായ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത്. കമ്പ്യൂട്ടർ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്തിയതിൻ്റെ ഏറ്റവും പ്രധാന ആള് രാജീവ് ഗാന്ധിയാണ്. കോൺഗ്രസ് ഇടമൺ മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡി പ്രിൻസ്, ജനറൽ സെക്രട്ടറി TJ സലീം, മണ്ഡലം ഭാരവാഹികളായ ബിനീഷ് ജോസഫ്, ഷെരീഫ് 34, അനിൽകുമാർ, പ്യാരി മെഹർ, ഷിനു ജോർജ്, സനൂബസ്, കോമളൻ, ഷാജി, അനിൽ, അജിൻകുമാർ, റെജു ഖാൻ, ഷാജഹാൻ, ഷിബു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. CPI പുനലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. പതാക, കൊടിമര, ബാനർ ജാഥകൾ, പ്രതിനിധി സമ്മേളനം നടക്കുന്ന കലയനാട്ട് സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ജാഥകൾ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നത്. ആയിരങ്ങൾ പകർത്തു നൽകിയ സ്നേഹനന്മയിലൂടെ ആയിരങ്ങളുടെ ഹൃദയാഭിലാഷം ഏറ്റുവാങ്ങി കൊടിമര പതാക ബാനർ ജാഥ ഇതാ നാടിന്റെ ഹൃദയാഘോഷം ഏറ്റുവാങ്ങി ഇതാ കടന്നുകൊടുക്കുക. CPI പുനലൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഈ മാസം 23-24 CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന പുനലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള കൊടിമര, പതാക, ബാനർ ജാഥകളോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മണ്ഡലത്തിലെ 3 കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയ ജാഥകൾ പുനലൂരിലെ ചെമ്മന്തൂർ കേന്ദ്രീകരിച്ച് 3 ജാഥകളും 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അകമ്പടിയോടെ ടൗൺ ചുറ്റിയ ശേഷം KSRTC TB ജംഗ്ഷൻ വാളക്കോട് വഴി പ്രതിനിധി സമ്മേളനം നടക്കുന്ന കലയനാട്ട് സമാപിച്ചു. തുടർന്ന് കൊടിമരം, ബാനർ, പതാക എന്നിവ പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങി. തുടർന്ന് ചേർന്ന യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ K. രാജു ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ ചേർന്ന് വരികയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം സംസ്ഥാനത്താകെ മണ്ഡലം സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കൊല്ലം ജില്ലയിൽ ഇതിനോടകം തന്നെ 12 മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പുനലൂരിലെ പാർട്ടി മണ്ഡലം സമ്മേളനം അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പതാകയും ബാനറും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരരായിട്ടുള്ള സഹാക്കളും നേതാക്കളും അവയെല്ലാം ആദരവോടുകൂടി
മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ധീരരായ രക്തസാക്ഷിത്വം വരിച്ചവരും മരണപ്പെട്ടു പോയവരും ഒക്കെ ആയിട്ടുള്ള നേതാക്കന്മാരുടെ കുടീരങ്ങളിൽ നിന്നും ആണ് ഇത് കൊണ്ടുവന്നത്. ആ ആദരവെല്ലാം അതേ നിലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചിരിക്കുക. കലയനാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാള് മോഹനേന്ദ്രൻ നായരുടെ പേരിൽ മോഹനേന്ദ്രൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിരിക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പാർട്ടി മണ്ഡലം സമ്മേളനത്തിൻ്റെ വേദി ഒരുക്കുന്നത്. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം സലീം, സി അജയ് പ്രസാദ്, സംഘാടക സമിതി ചെയർമാൻ കെ രാധാകൃഷ്ണൻ, കൺവീനർ വി പി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എഫ് കാസ്റ്റലസ് ജൂനിയർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാജശേഖരൻ, വി രാജൻ, ജെ ഡേവിഡ്, എൽ ഗോപിനാഥപിള്ള, എൻ കോമളകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രസാദ് ഗോപി, വി എസ് പ്രവീൺകുമാർ, കെ പ്രഭ, അജയ് കെ പ്രകാശ്, ബാബു ചെറിയാൻ, ഐ മൻസൂർ, വി വിഷ്ണുദേവ്, വി സുദർശനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കതിർമണി മറ്റ് ജില്ലാ പഞ്ചായത്തുകൾ അനുകരിക്കേണ്ട മാതൃകയാണെന്ന് മന്ത്രി പി പ്രസാദ്. കൊല്ലം ജില്ലയിലെ തരിശ് ഏലാകളിൽ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് കൃഷി ചെയ്യിപ്പിച്ച് വിപണിയിലേക്ക് എത്തിക്കുന്ന നാടൻ മട്ടേരിയായ കതിർമണിയുടെ വിപണന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 350 രൂപയാണ് 5 കിലോ പാക്കറ്റിന് വില. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കതിർമണി മറ്റ് ജില്ലാ പഞ്ചായത്തുകൾ അനുകരിക്കേണ്ട മാതൃകയാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജില്ലയിലെ തരിശേലകളിൽ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് കൃഷി ചെയ്യിപ്പിച്ച് വിപണിയിലേക്ക് എത്തിക്കുന്ന നാടൻ മട്ടയേരിയാണ് കതിർമണി. 350 രൂപയാണ് 5 കിലോ പാക്കറ്റിന് വില നിശ്ചയിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രത്തിലൂടെയും ജില്ലയിലെ കൃഷിഭവനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് വിപണന കേന്ദ്രങ്ങൾ എന്നിവ മുഖേനയും 325 രൂപ നിരക്കിൽ കതിർമണി അരി ലഭ്യമാകും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് എല്ലാ ജില്ലകളിലും കേരള അഗ്രോ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കതിർമണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരം എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യം വെച്ച് വിലപേശാതിരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഒരു മണി അരി പോലും കെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, എന്നുവെച്ചാൽ വിൽക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവിടെ ഒരു മാർക്കറ്റിംഗ് രീതി കൂടി നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മുടെ ഹോർട്ടികോർപ്പിന്റെയും നമ്മുടെ തന്നെ മറ്റ് സ്റ്റാളുകളിലും ഉൾപ്പെടെ വിൽപ്പന നടത്താനുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം നടത്തുക, നമ്മുടെ പരിപാടികളിൽ ഇതേക്കുറിച്ച് അവതരിപ്പിക്കുക. ആ തരത്തിൽ വിപണനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, അതുണ്ടായാൽ നമ്മുടെ ഈ പദ്ധതിക്ക് വലിയ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കലേലി ഭാഗം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ, ആർ രശ്മി, ശ്യാമളയമ്മ, ഷൈൻകുമാർ, അനന്തുപിള്ള, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സയൂജ ടി കെ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം, 5 പേർ അറസ്റ്റിൽ. ചിതറ കാരറ കളിയിൽ വീട്ടിൽ സുജിനെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തകർത്തു. അഞ്ചൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. അഞ്ചലിലെ BJP പ്രവർത്തകൻ കൃഷ്ണകുമാറിന്റെ ഓട്ടോറിക്ഷയും അഞ്ചൽ സ്വദേശിയായ പ്രഭു മോഹനന്റെ ബൈക്കുമാണ് തകർത്തത്. മഴക്കാല ശുചീകരണം നടത്തിയില്ല. നഗരസഭാ പ്രദേശങ്ങളിൽ മാലിന്യ കൂമ്പാരം. കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കാപ്പ നിയമലംഘനം, യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി സ്വദേശി റമീസാണ് അറസ്റ്റിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.